ഹലോ റൈഡേഴ്സ്, ഹൗ യു ഡൂയിങ്? ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ ലോ കോസ്റ്റ് പക്ഷേ എഫക്റ്റീവായിട്ട് എങ്ങനെ ചെയിൻ ക്ലീൻ ആൻഡ് ലൂബ് ചെയ്യാന്നുള്ളതിനെ പറ്റിയാണ്. നമ്മുടെ വണ്ടിയുടെ ചെയിൻ പ്രോപ്പർലി മെയിൻറ്റെയിൻ ചെയ്യേണ്ടതിന് ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് ആൾറെഡി അറിയായിരിക്കും. അത് അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്. നിങ്ങളുടെ ചെയിൻ പ്രോപ്പർലി ക്ലീൻ ആൻഡ് ലൂബ്ഡ് അല്ലാന്നുണ്ടെങ്കിൽ ചെയിൻ്റെ ലൈഫ് വളരെ കുറയും. ഒരു 30,000 കിലോമീറ്റർ മാറേണ്ട ചെയിന് ചിലപ്പോൾ 15,000 to 20,000 കിലോമീറ്റർ മാറേണ്ടി വന്നേക്കാം. അത് മാത്രമല്ല, വണ്ടിയുടെ ഓവറോൾ പെർഫോമൻസിനെ ബാധിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഈ ഒരു ചെയിൻ മെയിൻ്റനൻസ്. ഗിയർ ഷിഫ്റ്റിംഗ് സ്മൂത്ത് ആക്കാനും ഫാസ്റ്റ് നോട്ടിൽ വീഴാതിരിക്കാനും ഒക്കെ ചെയിൻ മെയിൻ്റനൻസ് നിങ്ങൾ പ്രോപ്പർലി ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ചെയിനിന് ഒരു തരത്തിലുള്ള കെയറും കൊടുക്കാത്ത വണ്ടികളിൽ പവർ ലോസ്, അതിനെ തുടർന്ന് മൈലേജ് ഡ്രോപ്പ്, പിന്നെ ലോങ് റണ്ണിൽ ഓവറോൾ എഞ്ചിൻ പെർഫോമൻസിന് വരെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വണ്ടി നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ചെയിൻ മെയിൻ്റനൻസ് പ്രോപ്പർലി ചെയ്യുക. ചെയിൻ ക്ലീൻ ആൻഡ് ലൂബ് ഇൻ്റർവൽസിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് റൂൾ എന്ന് പറയുന്നത് ഒരു 500 കിലോമീറ്റർ ലൂബും ഒരു 1000 കിലോമീറ്റർ ക്ലീനിങ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ നമുക്കിത് ബ്ലൈൻഡ്ലി ഫോളോ ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് ഓരോരുത്തരുടെ റൈഡിങ് സ്റ്റൈലിനെയും റൈഡ് ചെയ്യുന്ന ടെറൈൻസ്, ക്ലൈമറ്റ്, ഇതിനെയൊക്കെ ബേസ് ചെയ്തിരിക്കും. ചിലർക്ക് 150-200 കിലോമീറ്റർ ഓടുമ്പോൾ തന്നെ ചെയിൻ ഡ്രൈ ആയി പോകാറുണ്ട്. ചിലർക്ക് 1000 കിലോമീറ്റർ വരെ ചെയിൻ ലൂബ്ഡായി നിൽക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു 500-1000 കിലോമീറ്റർ കണക്ക് നിങ്ങൾ എപ്പോഴും നോക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് എപ്പോഴൊക്കെ ചെയിൻ ഡ്രൈ ആണെന്ന് തോന്നുന്നുണ്ടോ അപ്പോഴെല്ലാം ലൂബ് ചെയ്യുക. അതുപോലെ ചെയിൻ ഡേർട്ടിയാണ് അല്ലെങ്കിൽ നല്ല രീതിയിൽ അഴുക്കുണ്ടെന്ന് തോന്നുമ്പോഴൊക്കെ ചെയിൻ ക്ലീൻ ചെയ്യുക. ഇനി ചെയിൻ കവർ വരുന്ന ബൈക്കുകളിൽ, അതായത് യൂണിക്കോൺ, ഇപ്പോൾ റീസെൻ്റായിട്ട് ഇറങ്ങിയ TVS റോണിൻ പോലുള്ള ബൈക്സുകളിൽ ഇത്രയും ഫ്രീക്വൻ്റ് ആയിട്ട് നമുക്ക് ചെയിൻ മെയിൻ്റനൻസ് ചെയ്യേണ്ടി വരത്തില്ല. കാരണം കവർ ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് മണ്ണും പൊടിയൊന്നും അതിലോട്ട് അടിക്കത്തില്ല. അതുപോലെ മഴയുള്ള സമയത്തൊക്കെ വെള്ളം അടിച്ച് ലൂബ് പെട്ടെന്ന് വാഷ് ഔട്ടേ പോകത്തുമില്ല. ഞാൻ മുമ്പ് യൂണിക്കോൺ 150 ഓൺ ചെയ്യുന്ന സമയത്ത് ഒരു 2000-2500 കിലോമീറ്റർ ലൂബും ഒരു 6000 കിലോമീറ്റർ സമയത്താണ് ചെയിൻ കവർ ഒരു ക്ലീനിങ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അന്ന് എനിക്കൊരു 35,000 to 40,000 കിലോമീറ്റർ റേഞ്ചസിലൊക്കെ ചെയിൻ ആൻഡ് സ്പ്രോക്കറിന് ലൈഫ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് എങ്ങനെ ഏറ്റവും കുറഞ്ഞ ചിലവിൽ ചെയിൻ ക്ലീനിങ്ങും ലൂബും ചെയ്യുന്നതിനെ പറ്റി നോക്കാം. സപ്പോസ് നിങ്ങൾ മന്ത്ലി ഒരു 1000 കിലോമീറ്റർ വണ്ടി ഓടിക്കുന്ന ഒരാളെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഇന്റർവെൽ നോക്കുകയാണെങ്കിൽ മന്ത്ലി നിങ്ങൾ 2 തവണ ലൂബും 1 തവണ ക്ലീനിങ്ങും ചെയ്യേണ്ടി വരും. അതായത് വർഷത്തിൽ 24 തവണ ലൂബും 12 തവണ ക്ലീനിങ്ങും. ഇത് നിങ്ങൾ സർവീസ് സെന്റർ വഴിയാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ക്ലീനിങ്ങിന് GST ഉൾപ്പെടെ 120 രൂപയും അതുപോലെ ലൂബിനും ഒരു 120 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. ഞാനീ പറഞ്ഞത് ഒരു ആവറേജ് കോസ്റ്റ് മാത്രമാണ്. ഇതിൽ കൂടുതലാണ് പല സർവീസ് സെന്റേഴ്സും ഈടാക്കുന്നത്. അപ്പോൾ ഒരു വർഷത്തിൽ 24 തവണ ലൂബും 12 തവണ ക്ലീനിങ്ങും നിങ്ങൾ സർവീസ് സെന്റർ വഴിയാണ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 4000 മുതൽ 5000 രൂപ വരെ ഒരു വർഷം ചെയിൻ മെയിൻ്റനൻസിന് വേണ്ടി മാത്രം ചിലവാക്കേണ്ടി വരും. ഇനി അതല്ല, ഒരു ബ്രാൻഡഡ് ക്ലീനറും ലൂബും വാങ്ങി നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ വീട്ടിൽ ചെയിൻ മെയിൻ്റനൻസ് ചെയ്യുന്ന ഒരാളെന്ന് വിചാരിക്കുക. ഇതിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു ബ്രാൻഡ് മൊട്ടൂളാണ്. മൊട്ടൂളിൻ്റെ 400 ml ഒരു ബോട്ടിലിന്, അത് ക്ലീനർ ആയാലും ലൂബ് ആയാലും 500 രൂപയോളം ചാർജ് വരുന്നുണ്ട്. ഒരു ബോട്ടിൽ ലൂബ് വെച്ചിട്ട് ഓൺ ആൻ ആവറേജ് നമുക്കൊരു 6 മുതൽ 8 തവണ വരേക്ക് ലൂബ് ചെയ്യാം. 10-12 തവണ ചെയ്യുന്ന ആൾക്കാരുണ്ട്, 5-6 തവണ മാത്രം ചെയ്യാൻ പറ്റുന്നവരുണ്ട്. അതുകൊണ്ട് നമുക്കൊരു 8 ആവറേജ് ആയിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു വർഷം നിങ്ങൾ 3 ബോട്ടിൽ വാങ്ങേണ്ടി വരും. അതായത് ലൂബിന് മാത്രം 1500 രൂപയോളം ചാർജ് വരും. അതുപോലെ ക്ലീൻ ചെയ്യാൻ ഒരു 1.5-2 ബോട്ടിൽ മതിയാവും. അതിനാണെങ്കിൽ ഒരു 1000 രൂപയോളം കോസ്റ്റ് വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു വർഷത്തേക്ക് ഏകദേശം 2500 രൂപയോളം ഒരു ബ്രാൻഡഡ് ക്ലീനറിനും ലൂബിന് വേണ്ടി നിങ്ങൾ ചിലവാക്കേണ്ടി വരും. അപ്പോൾ സർവീസ് സെന്റർ വഴി ചെയ്യുകയാണെങ്കിൽ ഏകദേശം 5000 രൂപയും സ്വന്തമായിട്ട് വീട്ടിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 2500 രൂപയാണ് ചെയിൻ മെയിൻ്റനൻസിന് ചാർജ് വരുന്നത്. ഇനി ഞാൻ പറയുന്ന മൂന്നാമത്തെ മെത്തേഡിൽ ഈ 2500-ന്റെ വെറും 10%, അതായത് 250 രൂപ മാത്രം മുടക്കിയാൽ ഒരു വർഷത്തേക്കുള്ള ചെയിൻ മെയിൻ്റനൻസ് നിങ്ങൾക്ക് ഈസിലി ചെയ്യാൻ പറ്റും. ഇത് ഞാനായിട്ട് കണ്ടുപിടിച്ചൊരു മെത്തേഡൊന്നുമല്ല. വളരെ പണ്ട് മുതൽക്ക് തന്നെ ഒരുപാട് പേര് യൂസ് ചെയ്ത് എഫക്റ്റീവ് ആണെന്ന് തെളിയിച്ച ഈവൻ ഹോണ്ട, യമഹ, സുസുക്കി പോലുള്ള മാനുഫാക്ചേഴ്സ് പോലും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഈ ഒരു മെത്തേഡിൽ ഏറ്റവും പോപ്പുലർ ആയിട്ട് ആൾക്കാർ യൂസ് ചെയ്യുന്ന 3 ക്ലീനേഴ്സാണ്. അതിലൊന്ന് പെട്രോൾ, പിന്നെ കെറോസിൻ അതായത് മണ്ണെണ്ണ, മൂന്നാമത്തെ ഡീസൽ. ഇതിൽ മാനുഫാക്ചറേഴ്സ് എടുത്തു പറയുന്നൊരു കാര്യമുണ്ട്, പെട്രോൾ പോലുള്ള ഹൈലി വോളറ്റൈൽ സബ്സ്റ്റൻസ് ഒരിക്കലും ചെയിൻ ക്ലീനിങ്ങിനോട് യൂസ് ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ നമ്മുടെ ചെയിനിൽ വരുന്ന ഓവറിങ്സ് പെട്ടെന്ന് ഡാമേജ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. വോളറ്റിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സബ്സ്റ്റൻസിനെ ഇവാപ്പറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ആവിയായി പോകാൻ എടുക്കുന്ന ആ ഒരു ടെൻഡൻസിയാണ്. അപ്പോൾ പെട്രോൾ എന്ന് പറയുന്നത് -43°C തന്നെ ആവിയായിട്ട് പോകുന്നൊരു സാധനമാണ്. അതുകൊണ്ടാണ് അതിനെ ഹൈലി വോളറ്റൈൽ എന്ന് പറയുന്നത്. അപ്പോൾ പെട്രോൾ ആവിയാകുന്ന ആ ഒരു ലോവസ്റ്റ് ടെമ്പറേച്ചർ, അതിനെ നമ്മൾ വിളിക്കുന്ന ഫ്ലാഷ് പോയിന്റ് എന്നാണ്. അത് -43 ആണ്. അതേസമയം കെറോസിനിലോട്ട് വരുമ്പോൾ അതിൻ്റെ ഫ്ലാഷ് പോയിന്റ് എന്ന് പറയുന്നത് 38°C ആണ്. അപ്പോൾ പെട്രോളിനേക്കാളും ലെസ് വോളറ്റൈലാണ് കെറോസിൻ. ഇനി ഡീസലിലേക്ക് വരുവാണെങ്കിൽ അതിൻ്റെ ഫ്ലാഷ് പോയിന്റ് എന്ന് പറയുന്നത് 52°C ആണ്. അതായത് ഈ മൂന്നിലും ഏറ്റവും ലീസ്റ്റ് വോളറ്റൈൽ ആയിട്ടുള്ളതാണ് ഡീസൽ. അതുകൊണ്ട് തന്നെ ചെയിൻ ക്ലീനിങ്ങിന് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഡീസലാണ്. അപ്പോൾ ഞാൻ ഇത്രയും നേരം പറഞ്ഞ വോളറ്റൈലിറ്റിയും ഫ്ലാഷ് പോയിന്റിനെ പറ്റി ആലോചിച്ച് നിങ്ങൾ ഒരിക്കലും കൺഫ്യൂസ്ഡ് ആവേണ്ട കാര്യമില്ല. ഇത്രയും മാത്രം മനസ്സിൽ വയ്ക്കുക. നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ്, സേഫ് ആൻഡ് എക്കണോമിക്കൽ ആയിട്ടുള്ള ഒരു ചെയിൻ ക്ലീനർ എന്ന് പറയുന്നത് ഡീസലാണ്. ഒരു തവണ ചെയിൻ ക്ലീൻ ചെയ്യാൻ നമുക്കൊരു 30 to 40 ml ഡീസൽ മാത്രമേ ആവശ്യം വരുന്നുള്ളൂ. അതായത് 1/2 ലിറ്റർ ഡീസൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് ക്ലീൻ ചെയ്യാം. അപ്പോൾ ഒരു 1000 രൂപയോളം കൊടുത്തൊരു ബ്രാൻഡഡ് ചെയിൻ ക്ലീനർ വാങ്ങുന്നതിന് പകരം 50 രൂപയ്ക്ക് കാര്യം കഴിയും. ഇനി ചെയിൻ ലൂബിലോട്ട് വരുമ്പോൾ എല്ലാ മാനുഫാക്ചറേഴ്സും ഒരുപോലെ റെക്കമെൻഡ് ചെയ്യുന്നൊരു സംഭവമാണ് 80-90 ഗിയർ ഓയിൽ. ഗിയർ ഓയിലിന് പകരം വേറെ ആൾട്ടർനേറ്റീവ്സ് യൂസ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷേ എല്ലാ മാനുഫാക്ചറേഴ്സും ഒരുപോലെ റെക്കമെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ വേറൊരു ഓപ്ഷനെ പറ്റി ചിന്തിക്കേണ്ട കാര്യമില്ല. 90 ഗിയർ ഓയിലിന് പകരം 140 യൂസ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. അത് കുറെ കൂടി തിക്കായിട്ടുള്ള ഒരു ഗിയർ ഓയിലാണ്. അതുകൊണ്ട് ഡസ്റ്റും കാര്യങ്ങളൊക്കെ കുറെ കൂടി പെട്ടെന്ന് നമുക്ക് ചെയിനിലോട്ട് വരും. 80-90 തന്നെ മോർ ദാൻ ഇനഫ് എന്നാണ് എൻ്റെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്.
നിങ്ങൾ എത്ര തവണ ലൂബ് ചെയ്താലും ഒരു വർഷത്തേക്ക് മാക്സിമം 1/2 ലിറ്ററിൽ കൂടുതൽ ഗിയർ ഓയിൽ വേണ്ടി വരത്തില്ല. ഞാൻ യൂസ് ചെയ്യുന്ന ഷെല്ലിൻ്റെ ഗിയർ ഓയിലാണ്. ഇതിൻ്റെ 1/2 ലിറ്ററിൻ്റെ കോസ്റ്റ് ഏകദേശം 150 രൂപ മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ 50 രൂപയുടെ ഡീസലും 150 രൂപയുടെ ഗിയർ ഓയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ വെറും 200 രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു വർഷത്തെ ചെയിൻ മെയിൻ്റനൻസ് കംപ്ലീറ്റ്ലി ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ കുറച്ചധികം യൂസ് ചെയ്യേണ്ടി വന്നാലും 200 എന്നുള്ളത് ഒരു 300-നപ്പുറം എന്തായാലും പോകത്തില്ല. അപ്പോൾ ഒരു ബ്രാൻഡഡ് ലൂബും ക്ലീനറും വാങ്ങി സ്വന്തമായിട്ട് ചെയിൻ മെയിൻ്റെയിൻ ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഇയർലി ഒരു മിനിമം 2000 രൂപയും സർവീസ് സെൻറ്റർ വഴിയാണ് ചെയിൻ മെയിൻ്റനൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇയർലി മിനിമം ഒരു 4000 രൂപയും സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു കാശ് കൊണ്ട് 1-1.5 വർഷം കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു റൈഡിംഗ് ഗ്ലൗസോ ഈവൻ ഒരു റൈഡിംഗ് ജാക്കറ്റ് പോലും വാങ്ങാൻ പറ്റിയിരിക്കും. ഇനി നമുക്ക് ചെയിൻ ക്ലീൻ ആൻഡ് ലൂബ് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ലൂബ് ചെയ്തതിനു ശേഷം മിനിമം ഒരു 6 മണിക്കൂറെങ്കിലും വണ്ടി എടുക്കാതിരിക്കാൻ ശ്രമിക്കുക. കാരണം ലൂബ് ചെയിൻ്റെ എല്ലാ ലിങ്ക്സിലോട്ടും മാക്സിമം പെനട്രേറ്റ് ചെയ്യണമെങ്കിൽ അത്രയും സമയമെങ്കിലും മിനിമം എടുക്കും. അപ്പോൾ ഒരു ദിവസം വൈകിട്ട് ലൂബ് ചെയ്ത് പിറ്റേ ദിവസം വണ്ടി എടുക്കുന്നതാണ് ബെറ്റർ. നോർമലി നമ്മൾ റിയർ സ്പ്രോക്കറ്റും ചെയിനാണ് ക്ലീൻ ആൻഡ് ലൂബ് ചെയ്യുന്നതെങ്കിലും ഒരു 5000 കിലോമീറ്റർ കൂടുമ്പോൾ ഫ്രണ്ട് സ്പ്രോക്കറ്റിന്റെ കവർ ഊരി അവിടെ ക്ലീൻ ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഞാനിപ്പോൾ ഫ്രണ്ട് സ്പ്രോക്കറ്റ് കവറും കൂടി ഊരി ക്ലീൻ ചെയ്യുകയാണ്. ഇതിന് നമുക്ക് 8-ന്റെയും 10-ന്റെയും ടീ സ്പാനേഴ്സ് വേണ്ടി വരും. സ്പ്രോക്കറ്റ് കവറിന്റെ കൂടെ ഗിയർ ഷിഫ്റ്ററും കൂടി നമുക്ക് ഊരേണ്ടി വരും. ഷിഫ്റ്റിന്റെ പൊസിഷൻ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതുപോലെ നമുക്കൊരു പാർഷ്യൽ ചെയിൻ കവറൂടെ വരുന്നുണ്ട്, അതും കൂടി ഞാൻ അഴിക്കുകയാണ്. സ്പ്രോക്കറ്റ് കവറും ചെയിൻ കവറൊക്കെ അഴിക്കുന്ന ദിവസം നിങ്ങൾക്ക് ആവശ്യത്തിന് സമയമുണ്ടെന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. കാരണം ഫസ്റ്റ് ടൈമാണ് നിങ്ങളിത് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു വെക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടാവാൻ ചാൻസ് ഉണ്ട്. 1-2 തവണ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കത് യൂസ്ഡ് ആവും. ഇനി ക്ലീനിങ് തുടങ്ങുന്നതിന് മുന്നേ ഫ്ലോർ വൃത്തികേടാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ന്യൂസ് പേപ്പർ ഇടുന്നത് നന്നായിരിക്കും. അതുപോലെ അലോയ്സിലൊന്നും തെറിക്കേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാർഡ്ബോർഡ് ഷീറ്റ് കട്ട് ചെയ്ത് വെക്കാവുന്നതാണ്. ബ്ലാക്ക് അലോയ്സ് ഉള്ള വണ്ടികളിൽ വലിയൊരു പ്രശ്നം ഉണ്ടാകത്തില്ല. പക്ഷേ കളേർഡ് അലോയ്സ് വരുന്ന വണ്ടികളാണെങ്കിൽ പിന്നീട് നിങ്ങൾ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടി കുറച്ചും കൂടെ സമയം ചിലവാക്കേണ്ടി വരും. ഇനി നമ്മൾ ക്ലീനറായിട്ടുള്ള ഡീസൽ ചെറിയ ക്വാണ്ടിറ്റിയിൽ സ്പ്രോക്കറ്റിലേക്കും ചെയിനിലേക്കും അടിക്കുക. വീൽസ് പുറകിലോട്ട് കറക്കൊണ്ട് വേണം ഇത് സ്പ്രേ ചെയ്യാൻ. വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു കാരണവശാലും നിങ്ങൾ വണ്ടി സെൻട്രൽ സ്റ്റാൻഡ് ഇട്ട് ഫസ്റ്റ് ഗിയറിട്ട് റണ്ണിങ്ങിൽ ചെയിൻ ക്ലീനിങ്ങോ ലൂബിങ്ങോ ഒന്നും ചെയ്യാൻ പാടില്ല. 2-3 വിരൽ മുറിച്ച് വരാൻ താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെപ്പറ്റി ചിന്തിക്കുക കൂടി വേണ്ട. നമ്മൾ എത്ര എക്സ്പീരിയൻസ് ആണെന്ന് പറഞ്ഞിരുന്നാലും ശരി, ഒരു സെക്കൻഡ് നേരത്തെ അശ്രദ്ധ മതിയാവും ഒരു ലൈഫ് ടൈം റിഗ്രറ്റിന് വഴിയൊരുക്കാൻ. അതുകൊണ്ട് വണ്ടി സെൻട്രൽ സ്റ്റാൻഡ് ഇട്ട് റൺ ചെയ്യുന്ന സമയത്ത് ബ്രഷോ ക്ലോത്തോ ലൂബോ ആയിട്ട് ചെയിൻ്റെ അടുത്തേക്ക് പോകുന്നതിനെ പറ്റി ആലോചിക്കുക കൂടി വേണ്ട. ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് സോഫ്റ്റ് ബ്രിസിൽസ് ഉള്ള ടൂത്ത് ബ്രഷോ അല്ലെങ്കിൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ചെയിൻ ക്ലീനർ ബ്രഷോ യൂസ് ചെയ്യാം. സ്പ്രോക്കറ്റ്സും ചെയിനും കംപ്ലീറ്റ്ലി കവറായി കഴിഞ്ഞാൽ നമുക്കൊരു ഗാർഡൻ ഹോസ് വെച്ച് ഇത് കംപ്ലീറ്റ്ലി വാഷ് ഔട്ട് ചെയ്ത് കളയാവുന്നതാണ്. ജെറ്റ് സ്പ്രേയോ പ്രഷർ വാഷറൊന്നും ഒരു കാരണവശാലും യൂസ് ചെയ്യാൻ പാടില്ല. അത് ഓറിങ്സിനെ കംപ്ലീറ്റ്ലി ഡാമേജ്ഡ് ആക്കും. ഇനി നമുക്ക് ചെയിനിലെ വെള്ളം മുഴുവൻ തുടച്ചു കളഞ്ഞ് ഫുള്ളി ഡ്രൈ ആക്കണം. നിങ്ങളുടെ വീട്ടിൽ തന്നെയുള്ള ഏതെങ്കിലും ഒരു പഴയ തുണി തന്നെ യൂസ് ചെയ്താൽ മതി. അതിനുശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഗിയറിലിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തിടാം. എക്സസ് ആയിട്ടുള്ള വാട്ടർ ഡ്രോപ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുവഴി അങ്ങ് പൊയ്ക്കോളും. ഞാൻ വീണ്ടും റിമൈൻഡ് ചെയ്യുകയാണ്, ഈ ഒരു സമയത്ത് ചെയിൻ്റെ അടുത്തേക്ക് ക്ലോത്തോ എന്തെങ്കിലും ആയിട്ട് പോവുകയോ ചെയ്യരുത്. ഇനി ചെയിൻ കംപ്ലീറ്റ്ലി ഡ്രൈ ആയി കഴിഞ്ഞ് ഉറപ്പുവരുത്തിയതിനു ശേഷം നമുക്ക് ലൂബ് ചെയ്യാം. നമ്മൾ ലൂബ് എടുക്കുന്നത് ഷെല്ലിൻ്റെ 90 ഗിയർ ഓയിലാണ്. ലൂബ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേര് ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ് എക്സസ് ആയിട്ട് ലൂബ് ചെയ്യുന്നത്. നമ്മൾ കൂടുതലായിട്ട് ലൂബ് ചെയ്ത് കഴിഞ്ഞാൽ ആ അധികം വരുന്ന ലൂബ് സ്പ്ലാഷ് ചെയ്ത് പോകുന്നതല്ലാതെ വേറൊരു ഗുണം നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് എപ്പോഴും അഡിക്വേറ്റ് ക്വാണ്ടിറ്റിയിൽ മാത്രം ലൂബ് ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് ലൂബ് ചെയ്യേണ്ടത് ഓരോ ചെയിൻ ലിങ്കിലും ഓറിങ്സ് വരുന്ന ഈ ഒരു പോയിന്റിലും അതുപോലെ സ്പ്രോക്കറ്റായിട്ട് ചേർന്ന് കിടക്കുന്ന ഈ ഒരു റോളറിന്റെ സൈഡിലുമായിട്ടാണ്. ചെയിനിന്റെ ഔട്ടർ പ്ലേറ്റിൽ, അതായത് പുറത്ത് വരുന്ന ഈ ഒരു വശങ്ങളിൽ നോർമലി നമ്മൾ ലൂബ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. കാരണം ആ ഒരു ഭാഗത്ത് ഒരു തരത്തിലുള്ള ഫ്രിക്ഷൻ ഉണ്ടാകത്തോണ്ട് തന്നെ ലൂബിന്റെ ആവശ്യം വരുന്നില്ല. പക്ഷേ അവിടെ ഡ്രൈ ആയിട്ട് കിടന്നു കഴിഞ്ഞാൽ മഴ സമയത്ത് അവിടെ തുരുമ്പ് വരാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് മഴയുള്ള സമയത്താണ് നിങ്ങൾ ലൂബ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്ത് ഒരു സെപ്പറേറ്റ് ബ്രഷ് വെച്ചോ അല്ലെങ്കിൽ ഒരു കോട്ടൺ ക്ലോത്ത് വെച്ചോ കുറച്ച് ഗിയർ ഓയിൽ എടുത്ത് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് വിട്ടാൽ മതിയാവും. അങ്ങനെ ചെയിൻ്റെ എല്ലാ ലിങ്കിലും ലൂബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ അഴിച്ചു വെച്ച കവേഴ്സ് എല്ലാം എടുത്ത് റീഫിറ്റ് ചെയ്യാം. അതിനുശേഷം ഫസ്റ്റ് ഗിയറിലിട്ട് വീണ്ടും ഒരു 1-2 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്തിടാം. അതോടുകൂടി ചെയിൻ കംപ്ലീറ്റ്ലി ലൂബ്ഡ് ആയിട്ട് മാറും. ഈ ഒരു സമയത്തും ചെയിൻ്റെ അടുത്തേക്ക് ഒരു കാരണവശാലും നിങ്ങൾ പോകരുത്. വണ്ടി വാഷ് ചെയ്തതിന് ശേഷം മാത്രം എപ്പോഴും ചെയിൻ ക്ലീൻ ആൻഡ് ലൂബ് ചെയ്യാൻ ശ്രമിക്കുക. ഈ ഒരു ഹോൾ ക്ലീനിങ് ആൻഡ് ലൂബിംഗ് പ്രോസസ്സ് ഒരുപാട് സമയം എടുക്കാറില്ല. മാക്സിമം ഒരു 15-20 മിനിറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസിലി ക്ലീൻ ആൻഡ് ലൂബ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഡീസലും ഗിയർ ഓയിലും യൂസ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഉണ്ട്. അത് മെയിനായിട്ട് ടൂറിങ് ചെയ്യുന്ന സമയത്താണ്. ഒരു 1000 കിലോമീറ്ററിൻ്റെയൊക്കെ റൈഡ് എടുക്കുന്ന സമയത്ത് നമുക്ക് എന്തായാലും ലൂബ് ചെയ്യേണ്ടി വരും. അപ്പോൾ ലഗേജിൻ്റെ കൂടെ ഈ ഒരു ഓയിൽ ക്യാൻ ക്യാരി ചെയ്യുന്നത് ഇത്തിരി റിസ്കി ആയിട്ടുള്ള കാര്യമാണ്. കാരണം സ്പില്ല് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ മെനക്കിടാം. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ബ്രാൻഡഡ് ലൂബ്സ് എന്തായാലും ക്യാരി ചെയ്തേ പറ്റൂ. അതുപോലെ ഒരു 1500 കിലോമീറ്ററിന് മേലെയുള്ള റൈഡൊക്കെ ആണെങ്കിൽ ചെയിൻ ക്ലീനർ നമ്മൾ ഉറപ്പായിട്ടും ക്യാരി ചെയ്യുക. ഞാൻ പേഴ്സണലി പ്രിഫർ ചെയ്യുന്ന 2 ചെയിൻ ലൂബ്സ് എന്ന് പറയുന്നത് TVSൻ്റെ യമഹയുടെയും ഓൺ ബ്രാൻഡ്സ് തന്നെയാണ്. നിങ്ങൾക്കിത് അവരുടെ സർവീസ് സെൻ്ററിൽ നിന്നോ അല്ലെങ്കിൽ ജെന്യൂൻ ആക്സസറി ഷോപ്സിൽ നിന്നോ വാങ്ങാൻ കിട്ടും. അതുപോലെ ക്ലീനർ നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് വേണോ ട്രൈ ചെയ്യാം. അതുപോലെ തന്നെ ഹോണ്ടയുടെ ഒരു 2-in-1 ചെയിൻ ക്ലീനർ കം ലൂബ് വരുന്നുണ്ട്. ഞാനത് പേഴ്സണലി ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. പക്ഷേ ഹോണ്ടയുടെ പല സർവീസ് സെൻറ്റേഴ്സിലും അവർ ചെയിൻ ക്ലീൻ ആൻഡ് ലൂബ് ചെയ്യുന്നത് ഈ ഒരു പ്രോഡക്റ്റ് വെച്ചിട്ടാണ്. നിങ്ങൾ വണ്ടിയെ സ്നേഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ മാസത്തിൽ ഒരു 2 തവണയെങ്കിലും ഇതുപോലെ ബേസിക് മെയിൻ്റനൻസിന് വേണ്ടി സമയം മാറ്റി വയ്ക്കുക. നമ്മൾ നമ്മുടെ ഫാമിലിയായിട്ട് എങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യുന്നു, അതുപോലെ തന്നെ നമ്മുടെ വണ്ടിയായിട്ട് ടൈം സ്പെൻഡ് ചെയ്യേണ്ടത് അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. നമ്മൾ നമ്മുടെ വണ്ടിയെ ടേക്ക് കെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മളെ ടേക്ക് കെയർ ചെയ്തോളൂ. ബൈക്ക് ഭ്രാന്തന്മാരോട് ഞാൻ ഇതിനെപ്പറ്റി പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ഒരു കാര്യമില്ല. ഞാൻ എല്ലാ ആഴ്ചയും മിനിമം 1 മണിക്കൂർ നേരമെങ്കിലും എൻ്റെ വണ്ടിക്ക് വേണ്ടി മാറ്റി വയ്ക്കാറുണ്ട്. എല്ലാവർക്കും അതുപോലെ സമയം കിട്ടിയെന്ന് വരില്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് മാസത്തിൽ 2 തവണയെങ്കിലും ഒരു 1/2 മണിക്കൂർ വീതം വണ്ടിയുടെ ബേസിക് മെയിൻ്റനൻസിനും ചെക്കപ്പിനും വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാൻ നിങ്ങൾ മാക്സിമം ശ്രമിക്കുക.
അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് അയയ്ക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം. ടിൽ ദെൻ റൈഡ് സേഫ്. ബൈ ബൈ.